എടാ മക്കളെ, കുറേ എണ്ണം ഞാൻ കമന്റ് ബോക്സിൽ ചുമ്മാ അടിച്ചിടുവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 2 മണിക്കൂർ പോലും ആയിട്ടില്ല, ഇപ്പം കേരളം അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആശിഷ് നെഗിയുടെ ലൈവാണ്. ആ ലൈവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ജസ്റ്റ് സമ്മറി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ആ ലൈവ് സെഷൻ വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ അഡീഷൻ ആയിട്ടുള്ള പ്രീതം കോട്ടാൽ ഒരിക്കലും നമ്മുടെ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ സൈനിങ് ആണെന്നല്ല ഇപ്പോൾ വിശ്വസിക്കേണ്ടത്. കാരണം ഈ പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കാൻ 3 എൻക്വയറീസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ട്. അതായത് 3 ക്ലബ്ബുകൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രീതം കോട്ടാലിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഈ 3 ക്ലബ്ബുകളുടെയും ഓഫർ കേരള ബ്ലാസ്റ്റേഴ്സ് റിജക്ട് ചെയ്തിട്ടുണ്ട്. പ്രീതം കോട്ടാലിനെ ബ്ലാസ്റ്റേഴ്സ് കീപ്പ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റിയുള്ള പ്ലെയറിനെ കൊണ്ടുവന്നത് കരോളിസിൻ്റെ തീരുമാനപ്രകാരം ആണെന്നായിരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവാൻ പോയിട്ടും പ്രീതത്തിനെ വിടാതെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ കരോളിസിന് പ്രീതത്തിൽ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ സീസണിൽ പ്രീതത്തിൽ നിന്നും നമ്മൾ അത്ര കിടിലം പെർഫോമൻസ് ഒന്നും കണ്ടില്ല എങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന സീസണിൽ ഒരു പക്ഷേ പ്രീതം കോട്ടാലിൽ നിന്നും വളരെ മികച്ച പ്രകടനം നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും.